കൂലി സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം വേണം തുടക്കത്തിൽ തന്നെ പറയാനായിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. കൂലി സിനിമയിൽ വന്നിരിക്കുന്ന പാട്ട് ചിക്കിട്ട് വൈബാണോ അതോ ലിയോ സിനിമയിലെ നാറെഡി ആണോ അത് പത്തല പത്തല എന്ന് പറയുന്ന സോങ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ലോകേഷ് കനകരാജൻ അനിരുദ്ധിന്റെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എല്ലാ സിനിമകളിലും ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള സോങ്ങുകൾ നമ്മൾ ഓരോ സിനിമകളിൽ കണ്ടിരിക്കുന്ന സമയത്തും ചിക്കിട്ട് വൈബിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാറെഡിയുടെ അത്ര കണ്ട് വന്നിട്ടില്ല, അത്രയും എനർജറ്റിക് ആയിട്ടുള്ള പരിപാടി അല്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചായിരുന്നു. ശരിക്കും ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. നാറെഡി എന്ന് പറയുന്ന സോങ്ങിനകത്ത് ഡാൻസ് കളിച്ചേക്കുന്നത് സാക്ഷാൽ വിജയാണ്. ശരിക്കും ഒരു സ്റ്റാർഡപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് രജനികാന്ത് എന്ന് പറയുന്നതിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് നമുക്കൊന്നും പറയാനായിട്ടില്ല. പക്ഷെ ഒരു സ്വാഗുള്ള ഒരു ഡാൻസ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന പരിപാടിയിൽ അതും ഹൈലി ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടി കൊണ്ടുവരുന്ന സമയത്ത് നാറെഡിക്കകത്തൊക്കെ പുള്ളി കാണിച്ചു വെച്ചേക്കുന്ന ആ ഒരു പരിപാടി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. വിജയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് വിജയ് ഫാൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി ചെയ്യുന്ന സമയത്തും നാറെഡി ചെയ്തു, ഏറ്റവും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എന്നാൽ തലൈവറിന്റെ ഒരു പടം വരുന്ന സമയത്ത് ഫാൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഹൈ മൊമെന്റ്സ് ഡാൻസ് പരിപാടി ഒന്നല്ല, നേരെ മറിച്ച് തലൈവറിനെ കാണണം, തലൈവറിന്റെ ആ സ്വാഗ് കാണണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഈ പാട്ട് കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ പാട്ട് ഇറക്കിയേക്കുന്നത്. ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന ആ ഒരു പോർഷന്റെ ഭാഗത്ത് രജനികാന്തിനെ കാണിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ സ്വാഗ്, അത് ഈ പ്രായത്തിൽ 72-ാം വയസ്സിലുള്ള സ്വാഗ് പരിപാടി എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. നാറെഡി പോലത്തെ ഒരു പാട്ടാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന ഒരു പേരിനോട് 100% നീതി പുലർത്തിക്കുന്ന പോലെ ഒരു വൈബേഷ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. എത്രമാത്രം റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്നുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അല്ലെങ്കിൽ എത്രമാത്രം ആൾക്കാർ ഇത് വെച്ച് ഡാൻസ് കളിക്കും എന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷെ പാട്ട് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂലി സിനിമയുടെ ഒരു അപ്ഡേറ്റ് പറയുന്ന സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ സിനിമയിൽ വരാൻ പോകുന്ന ക്യാമിയോനെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ മുൻപേ തന്നെ പറഞ്ഞായിരുന്നു. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആ സ്റ്റാറിനെ പുറത്തേക്ക് വിട്ടായിരുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. അമീർ ഖാനാണ് ഈ സിനിമയിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അമീർ ഖാൻ ഈ സിനിമയുടെ ഏത് പോർഷനിലായിരിക്കും വരാന്നുള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമീർ ഖാൻ ഈ സിനിമയുടെ അവസാന ഭാഗത്തായിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. അമീർ ഖാൻ ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമിയോ ആയിരിക്കും ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന് ഉണ്ടാവാന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം റോളക്സിന്റെ ആ ഒരു കഥാപാത്രം വിക്രമിന്റെ അവസാനം വരുന്ന സമയത്ത്, വിക്രം സിനിമയുടെ അവസാനം വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 5 to 8 minutes ലോങ് ആണ് ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് അല്ലെ. അത്രയാണ് അദ്ദേഹത്തിന്റെ ഒരു പോർഷൻ വരുന്നുള്ളൂ. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഒരു 15 minutes ഷോട്ടാണ് എൻറ്റയർലി ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10 days ഷൂട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അമീർ ഖാൻ മാറ്റി വെച്ചിരിക്കുന്ന എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പാട്ട് കേട്ടേക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഈ പാട്ടിന്റെ ലൊക്കേഷൻ നടക്കുന്നത്, അതായത് ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന സോങ്ങിന്റെ ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജനികാന്തിന്റെ വീടെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ്. ഈ സിനിമയിലുള്ള ആ ഒരു കഥാപാത്രം തേവ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ വീടെന്ന് തോന്നിക്കുന്ന ആ ഒരു സ്ഥലത്താണ്. ഈ ഒരു പോർഷനിൽ ഒരു പർട്ടിക്കുലർ ഒരു ക്യാമിയോടെ ഒരു എൻട്രി കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പവർ ഹൗസ് എന്ന് പറയുന്ന ആ ഒരു പാട്ട്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ 4 പ്രധാനപ്പെട്ട ക്യാരക്ടർ റിവീലേഷൻ കാണിച്ചേക്കുന്ന ആ ഒരു വീഡിയോക്ക് അത് എടുത്തോ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളുടെ ബാക്ക് ഷോട്ട് കാണിച്ചേക്കുന്ന സമയത്ത് ആ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ചിക്കിട്ട് വൈബിന്റെ ഈ ഒരു സോങ് ലൊക്കേഷൻ തന്നെയാണ്. അതായത് ഈ പാട്ടിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ക്യാമിയോയുടെ കൂടി ഒരു എൻട്രി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മറ്റാരുമല്ല, കന്നഡ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഉപേന്ദ്ര ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ലൈറ്റിങ്ങും ആ ഒരു അന്തരീക്ഷം ആ ഒരു റൂം എല്ലാം കൂടി കാണുന്ന സമയത്ത് ഇത് ആ സോങ്ങിന്റെ സമയത്ത് തന്നെയുള്ള ഒരു എൻട്രി ആണ്. സോ ആ ബാക്ക് ഷോട്ട് എന്ന് പറയുന്നത് ഉപേന്ദ്രയുടെ ബാക്ക് ഷോട്ട് എന്നാണെന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതും ഈ സോങ്ങിന്റെ പൊസിഷൻ തന്നെ വരാനായിട്ടാണ് ചാൻസ് കൂടുതൽ. ഇവിടെ എത്ര പേര് ദുൽഖർ സൽമാന്റെ ഫാൻസ് എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ദുൽഖറിന്റെ ഫസ്റ്റ് പടങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്ത്, അതായത് ABCD പോലത്തെ ആ പടങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർ ആരാന്ന് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂജൻ സൂപ്പർ സ്റ്റാർ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദുൽഖറിനെയായിരുന്നു. ഇന്നും ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദുൽഖറിന്റെ മലയാളത്തിലുള്ള കിങ് ഓഫ് കൊത്തേക്ക വന്നിരിക്കുന്ന സമയത്തുള്ള ഒരു ഡിം ഒഴുകി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നല്ല രീതിയിലുള്ള ഹൈലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്തേക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ദുൽഖറിന്റെ ഒരു കിടിലൻ കംബാക്ക് സംഭവിക്കാൻ പോകുന്ന എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ദുൽഖറിന്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഐ ആം ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നഹാസ് ഹിദായത്ത്, അതായത് നമ്മുടെ RDX മൂവിയൊക്കെ ചെയ്തേക്കുന്ന ആ ഡയറക്ടറിന്റെ സിനിമയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ജോണർ എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു പക്ക ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം
ഈ സിനിമയിൽ വരാൻ പോകുന്ന ഇപ്പൊ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ലിയോ സലാർ എന്നിങ്ങനെ KGF പോലുള്ള സിനിമകളൊക്കെ ചെയ്തേക്കുന്ന അതിന്റെ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടുള്ള അൻപരി മാസ്റ്റേഴ്സ് ആണ് ഈ സിനിമയുടെ ഒരു കിടിലൻ ആക്ഷൻ സീക്വൻസുകൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. ആർഡിക്സ് മൂവിയുടെ ഫൈറ്റ് സീക്വൻസ് ചെയ്തതും ഈ പറയുന്ന അൻപരി മാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. ആ സിനിമയിൽ ഒരു കിടിലൻ ഫാക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. നമുക്കത് കാണാനായിട്ട് നല്ല വാച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആർഡിക്സ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഫൈറ്റ്സ് ആണെങ്കിലും സോ അതുപോലുള്ള പരിപാടി തന്നെയാണ് ഈ സിനിമയിലും സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ദുൽഖറിന്റെ ഒരു കംബാക്കിനെ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഐ ആം ഗെയിം. ആൻഡ് നഹാസ് ഹിദായത്താണ് ഈ സിനിമയുടെ ഡയറക്ഷൻ. സോ അതുകൊണ്ട് തന്നെ വലിയൊരു ഹോപ്പ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ എത്ര മോഹൻലാൽ ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ കണ്ടു എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം തുടരും സിനിമയുടെ കേരള കളക്ഷനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു രൂപയെങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് കേരളത്തിൽ ഇറക്കിയേക്കുന്ന അല്ലെങ്കിൽ ഇന്ന് തൊട്ട് റിലീസ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. കണ്ണപ്പ സിനിമ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. സിനിമ ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയെ കുറിച്ച് പല അഭിപ്രായങ്ങളൊക്കെ മുമ്പേ തന്നെ കേട്ടായിരുന്ന കാരണം തന്നെ എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു നല്ല പെർഫോമൻസ് കണ്ടേക്കുന്ന കുറച്ച് സിനിമകൾ കണ്ടിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അല്ലേ. അതായത് ഇപ്പോൾ തുടരും വന്നു, അതിന് മുമ്പ് എമ്പുരാൻ വന്നു, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് ഒരു പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആ പഴയ ഒരു പരിപാടിയിലോട്ട് പോകാനായിട്ട് അത് കാണാനായിട്ടൊരു ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതിനുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തായിരുന്നില്ല. പടത്തിനെ കുറിച്ച് മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് വരുന്നത്. ലാലേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ അവസ്ഥ. എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തായിരുന്നത് ആ ലെവലിൽ തന്നെ ഉള്ള ഒരു പടമാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പൊ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള റിവ്യൂ വരുന്നത്. ഇതിന്റെ ഏറ്റവും പോസിറ്റീവായുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ആൻഡ് പ്രഭാസ് ആയിരുന്നു എന്നുള്ള രീതിക്കൊക്കെ തന്നെയാണ് അപ്ഡേറ്റുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടം, അതായത് ഇപ്പൊ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഏതാന്നൊട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് F1 എന്ന് പറയുന്ന സിനിമയാണ്. ഫോർമുല 1 എന്ന് പറയുന്ന സിനിമയാണ്. ടോപ്പ് ഗൺ മാവറിക് ഒക്കെ ചെയ്തേക്കുന്ന ആ ഒരു ടീമിന്റെ തന്നെ ഒരു സിനിമ വരുന്ന സമയത്ത് അത് തന്നെ മതി ഈ സിനിമ കാണാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവമായിട്ട്. കാരണം ഈ സിനിമയുടെ ട്രെയിലർ F1 എന്ന് പറയുന്ന സിനിമയുടെ ബ്രാഡ് പിറ്റിന്റെ പടത്തിന്റെ ഒരു ട്രെയിലർ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ കാണാൻ പറ്റിയിരുന്നു. അതായത് ആ ഒരു ആപ്പിൾ ഡിവൈസസിൽ കാണുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിക്ക് ആയിരുന്നു ട്രെയിലറിനകത്ത് പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചാൽ. പടം എന്ന് പറയുന്നത് 4 IMAX ഉള്ള സിനിമയാണ്. IMAXിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇന്നലെ തന്നെ ഈ സിനിമയുടെ പ്രിവ്യൂ കാണാൻ പറ്റിയായിരുന്നു. അതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. ആൻഡ് ഇന്നാണെങ്കിൽ ഈ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. IMAXിൽ തന്നെ കാണണം എന്നുള്ളൊരു നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ പടം ഞാൻ ഇന്ന് തന്നെ പോയി കാണാൻ നിന്നത്. കാരണം ടിക്കറ്റ് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഫോർമുല 1 എന്ന് പറയുന്ന പടം ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഈ വർഷം ഏറ്റവും കൂടുതൽ ഞാൻ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. സോ കണ്ടതിന് ശേഷം കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണോ. എന്തായാലും ഇനി വരും ദിവസങ്ങൾ വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് കിടിലം അപ്ഡേറ്റുകൾ തന്നെയാണ്. കാരണം ഇപ്പൊ കൂലി സിനിമയുടെ തന്നെ ഒരു വലിയൊരു അപ്ഡേറ്റ് കൂടി വരും ദിവസങ്ങൾ വരുന്നുണ്ടെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതായത് ഒരു സെക്കൻഡ് സിംഗിളിന് കൂടിയിട്ടുള്ള ഒരു ചാൻസ്. ഈ സിനിമയിൽ 2 സോങ്ങുകൾ, പ്രധാനപ്പെട്ട സോങ്ങുകളുണ്ട്. അതിനകത്ത് സെക്കൻഡ് സിംഗിൾ ആയിട്ടുള്ള ഒരു സോങ് കൂടി വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കാണാൻ സാധിച്ചായിരുന്നു. എനിവേസ് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും നല്ലൊരു അപ്ഡേറ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് ചിക്കറ്റ് വൈബ് പറയാനായിട്ട് പറ്റിയില്ലെങ്കിലും ഞാൻ റെഡിയാണോ അതോ ചിക്കറ്റ് വൈബാണോ അതോ പത്തലയാണോ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിശീലിക്കുക. തൊട്ടടുത്തുള്ള വിലങ്ങൾ കൂടെ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ കൂട്ടുകാരിൽ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾസോ സൈനിങ് ഔട്ട്. ബൈ.